ഇന്നലെ പാർട്ടിയിലെ പണമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തരം താഴ്ത്തപ്പെട്ട KTDCയുടെ ചെയർമാൻ PK ശശി ഇന്ന് KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കും. ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്തെത്തി ഔദ്യോഗിക സ്ഥാനമൊഴിയും. കാറും വാഹനവും പദവിയും എല്ലാം തിരിച്ചു നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ശ്രീജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, അങ്ങനെ PK ശശി പടിയിറങ്ങുകയാണല്ലേ? അരുൺ, ഗുഡ് മോർണിംഗ്. PK ശശി KTDCയുടെ ചെയർമാൻ സ്ഥാനം ഇന്ന് വൈകുന്നേരത്തോടെ രാജിവെക്കും. അദ്ദേഹം പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഉച്ചയോടുകൂടി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്ന് KTDC മാനേജിംഗ് ഡയറക്ടർക്ക് അദ്ദേഹത്തിന് രാജിക്കത്ത് കൈമാറും. ഒപ്പം തന്നെ ഔദ്യോഗിക വാഹനമടക്കമുള്ള എല്ലാ കാര്യങ്ങളും കൈമാറി ഇന്ന് തന്നെ KTDCയുടെ ചുമതലകൾ പൂർണ്ണമായും ഒഴിയുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും പാർട്ടി നടപടി നേരിട്ടതോടെയാണ് അദ്ദേഹം KTDC ചെയർമാൻ സ്ഥാനം കൂടി രാജിവെക്കുന്നത്. എന്നാൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിലേക്ക് തരം താഴ്ത്തപ്പെട്ടത് രാജിവെക്കാനുള്ളൊരു KTDCയുടെ പദവി രാജിവെക്കാനുള്ള ഒരു കാരണമായി കരുതാൻ കഴിയില്ല. പാർട്ടി അംഗമല്ലാത്തവരും KTDCയുടെ ചെയർമാൻ പദവി വഹിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് 2006-2011 കാലത്ത് ചെറിയാൻ ഫിലിപ്പ് KTDCയുടെ ചെയർമാൻ ആയിരുന്നു. അന്ന് അദ്ദേഹം പാർട്ടി അംഗമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പാർട്ടിയുടെ ഒരു കടുത്ത നടപടി നേരിട്ട സാഹചര്യത്തിൽ ഇനി ആ പദവിയിൽ കൂടി തുടരുന്നത് ശരിയല്ല എന്ന് സ്വയം തീരുമാനിച്ചാണ് KTDC പദവി രാജിവെക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. എന്തായാലും ഉച്ചയോടുകൂടി KTDC ചെയർമാനായ PK ശശി തിരുവനന്തപുരത്തെത്തി രാജിക്കത്ത് കൈമാറും. നേരത്തെ പല ഘട്ടങ്ങളിലും പാർട്ടി പ്രതിരോധിച്ച് നിർത്തിയിട്ടുണ്ട് PK ശശിയെ. ശ്രീജിത്ത്, ഇതിനേക്കാൾ കൂടുതൽ തീവ്രത കൂടിയ കേസ് വരുന്ന ഘട്ടത്തിൽ പോലും PK ശശിയെ പാർട്ടി സംരക്ഷിച്ചു നിർത്തുന്നതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം KTDC ചെയർമാൻ സ്ഥാനം കൊടുത്തു തന്നെ വിവാദമായിരുന്നു. പാലക്കാട് ജില്ലയിലെ പാർട്ടി വിഭാഗീയ പ്രശ്നങ്ങൾക്ക്, പ്രത്യേകിച്ച് മണ്ണാർക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ടും ചെർപ്പുളശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായമുണ്ടായിരുന്നു. അവിടെ രണ്ടു വിഭാഗങ്ങളായി പാർട്ടിയെ കൊണ്ടുപോകുന്നതിലും വോട്ട് നഷ്ടം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ആരോപിക്കപ്പെട്ടിരുന്നതാണ്. ഈ സാഹചര്യത്തിൽ PK ശശിയെ പിന്തുണച്ച പാർട്ടി നേതൃത്വം അവസാന നിമിഷം കൈവിടുകയാണോ? എന്താണ് യഥാർത്ഥത്തിൽ PK ശശിക്കെതിരായി സംഭവിച്ചത്? അരുൺ, പാലക്കാട്ടെ CPIMലെ വിഭാഗീയമായ ചേരിതിരിവ് ശാക്തിക ബലാബലത്തിൽ വന്ന മാറ്റമാണ് ഇപ്പോൾ PK ശശിക്ക് ഈ പാർട്ടി സമ്മേളനം പടിവാതിൽക്കലെത്തി നിൽക്കെ ഒരു നടപടി നേരിടാനുള്ള കാരണം. PK ശശിക്കെതിരായ ആരോപണങ്ങൾ ഇത് ആദ്യമായി വന്നതല്ല. നേരത്തെ DYFI വനിതാ നേതാവിൻ്റെ പരാതിയെ തുടർന്ന് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. അദ്ദേഹം MLA ആയിരുന്നു ആ കാലത്ത്. എന്നാൽ MLA സ്ഥാനം രാജിവെക്കണമെന്നൊന്നും പാർട്ടി ആവശ്യപ്പെട്ടില്ല. പിന്നീട് 2021 അദ്ദേഹത്തിന് സീറ്റ് നൽകാതെ അദ്ദേഹത്തെ ഒഴിവാക്കി. എന്നാൽ അരുൺ സൂചിപ്പിച്ച പോലെ KTDC ചെയർമാൻ സ്ഥാനമെന്ന നിർണായക പദവി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. പാലക്കാട്ടെ പാർട്ടിയിൽ AK ബാലനായിരുന്നു PK ശശിയുടെ ഏറ്റവും വലിയ ഒരു സംരക്ഷകൻ. എന്നാൽ ഇപ്പോൾ പാലക്കാട്ടെ പാർട്ടിയിൽ AK ബാലൻ്റെ പിടി അയയുകയാണ്. അവിടെ പുതിയ ശാക്തിക ചേരി, യുവചേരി രംഗത്ത് ശക്തമായിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ PK ശശിക്ക് ഈ പാർട്ടി സമ്മേളനം പ്രഖ്യാപിച്ചിരിക്കെ ഒരു നടപടി നേരിടാനുള്ള കാരണം. PK ശശിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അദ്ദേഹം മണ്ണാർക്കാട്ടെ കോപ്പറേറ്റീവ് കോളേജ്, യൂണിവേഴ്സൽ കോളേജ് എന്ന് പറയുന്ന കോളേജിന് വേണ്ടി മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിക്ക് പുറത്തുള്ള പാർട്ടി കമ്മിറ്റികളുടെ പോലും പണം ഓഹരിയായി സമാഹരിച്ചു. അങ്ങനെ വൻതുക സമാഹരിച്ചടക്കം പാർട്ടിയെ അറിയിക്കാതെയും പാർട്ടിയെ വകവെക്കാതെയുമായിരുന്നു. മണ്ണാർക്കാട് മേഖലയിലെ ഒരു മാടമ്പി നേതാവിനെ പോലെ PK ശശി മാറിയതാണ് അദ്ദേഹത്തിന് വിനയായത്. ഇപ്പോൾ തുടർച്ചയായി നടപടി നേരിടുന്നു. നേരത്തെ ജില്ലാ സെക്രട്ടറി അംഗം വരെയായിരുന്നു. ഒരു ഘട്ടത്തിൽ ജില്ലാ സെക്രട്ടറി ആകും എന്ന് വരെ കണക്കുകൂട്ടപ്പെട്ടിരുന്ന നേതാവായിരുന്നു ശശി. എന്നാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പദവികളും നഷ്ടപ്പെട്ട് പാർട്ടിയുടെ സാധാരണ അംഗത്വത്തിലേക്ക് താഴ്ന്നിരിക്കുന്നു. വേണമെങ്കിൽ ഇനി ബ്രാഞ്ച് സമ്മേളനങ്ങൾ സെപ്റ്റംബർ 1 മുതൽ ആരംഭിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് സ്വാധീനമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേഖലയിലെങ്കിലും ഉയർന്ന കമ്മിറ്റികളിലേക്ക് വരാം. എന്നാൽ അതിനും പാർട്ടി നേതൃത്വത്തിൻ്റെ ഒരു അനുമതി വേണം എന്ന് മാത്രം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീജിത്ത്. പക്ഷേ ആദ്യഘട്ടങ്ങളിലൊക്കെ PK ശശിക്ക് അനുകൂലമായ രാഷ്ട്രീയ ഘടകങ്ങൾ ഇത്തവണ പ്രവർത്തിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രവുമല്ല, പാലക്കാട് നമുക്കറിയാവുന്നതുപോലെ ഇതിനേക്കാൾ തീവ്രത കൂടിയ ഒരുപാട് വിവാദങ്ങൾ PK ശശിക്കുമേൽ വന്നു ഭവിച്ചിട്ടും അപ്പോഴൊക്കെ പാർട്ടി സംരക്ഷിച്ചു നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. മാത്രമല്ല, ഒരു MLA എന്ന നിലയിൽ നിന്ന്, KTDCയുടെ ചെയർമാൻ എന്ന നിലയിൽ നിന്ന്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിൽ നിന്ന് താഴ്ത്തപ്പെടാവുന്ന അല്ലെങ്കിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരുപക്ഷെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിനേക്കാൾ തീവ്രത കുറഞ്ഞ ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇനിയുള്ളത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നത് മാത്രമാണ്. അതായത് ഏറ്റവും പരമാവധി അച്ചടക്ക നടപടി വരുന്നതിന് തൊട്ട് മുമ്പുള്ള അച്ചടക്ക നടപടിയിൽ PK ശശി എത്തി നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ ശ്രീജിത്ത്?
തീർച്ചയായും CPIMന്റെ സംഘടനാ രീതി അനുസരിച്ച് 6 അച്ചടക്ക നടപടികളാണുള്ളത്. അതിൽ ഏറ്റവും തീവ്രതയേറിയ 3ാമത്തെ നടപടിയാണ് ഇപ്പോൾ PK ശശി നേരിട്ടിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്യുകയോ പുറത്താക്കുകയോ ആണ് ചെയ്യണം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തരം താഴ്ത്തലാണ്. അതായത് പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും PK ശശിയെ ഒഴിവാക്കി എന്ന് പറയുമ്പോൾ സാധാരണ CPIMന്റെ സംഘടനാ രീതി അനുസരിച്ച് ബ്രാഞ്ചിന് മുകളിലേക്കുള്ള എല്ലാ പദവിയും തിരഞ്ഞെടുക്കപ്പെട്ട പദവികളാണ്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പദവി എന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം വഹിക്കുന്ന ചുമതലയായിരുന്നു പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗത്വം. ആ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് PK ശശിയെ ഒഴിവാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഘടകമായ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക ഘടകമായ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന കുലുക്കുലിയാട് മേഖലയിലായിരിക്കണം. അദ്ദേഹം അവിടുത്തെ ബ്രാഞ്ചിലെ ഒരു സാധാരണ അംഗമായി മാറുകയാണ്. എന്തായാലും നേരത്തെ പലതവണ വിവാദങ്ങൾ ശശിയെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം CPIMന്റെ പാലക്കാട്ടെ ഔദ്യോഗിക പക്ഷത്തിൻ്റെ ഏറ്റവും ശക്തനായ നേതാവായിട്ടാണ് ശശി അവിടെ പ്രവർത്തിച്ചിരുന്നത്. മാത്രമല്ല AK ബാലൻ പോലുള്ള നേതാക്കന്മാരുടെ നിർലോഭമായ പിന്തുണയും ഉണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീജിത്താണ് ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. PK ശശി ഇപ്പോൾ KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ പോകുന്നുവെന്ന വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തയാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ആ ശ്രീജിത്ത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടൻ്റാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. CPIMന്റെ പാർട്ടി സംഘടനാ രീതി അനുസരിച്ച് ഏറ്റവും തീവ്രതയേറിയ 3ാമത്തെ അച്ചടക്ക നടപടിക്കാണ് PK ശശി വിധേയനായിരിക്കുന്നത്. PK ശശിയെ തരം താഴ്ത്തിയിരിക്കുന്നു. ആ വാർത്ത ഇന്നലെ പുറത്തു വന്നു. ഇപ്പോൾ KTDC ചെയർമാൻ സ്ഥാനം PK ശശി ഒഴിയുകയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് തലസ്ഥാനത്തെത്തിയതിനു ശേഷം PK ശശി ചെയർമാൻ സ്ഥാനം ഒഴിയുകയും ചെയ്യും.